ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് വിനോയ് പൈക്കാട്ട് അച്ഛനാണ്. അച്ഛൻ ഡൊമിനിക്കൻ സഭാംഗമാണ്. ജീസസ് ജാഗോ 2023ലെയും 2025ലെയും ജനറൽ ടീമിലെ ചാപ്ലിനാണ് അച്ഛൻ. അച്ഛാ, വെൽക്കം. താങ്ക് യു. അച്ഛൻ ജീസസ് യൂത്ത് ആണല്ലോ. ജീസസ് യൂത്തിലൂടെയാണ് അച്ഛന് ഈ വൊക്കേഷൻ കിട്ടിയെന്ന് ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു സ്റ്റോറി ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? 1994 ഞാൻ ജീസസ് യൂത്തിനെ അറിയുന്നതും. കാരണം ഞാൻ +2 പഠിക്കാൻ പോകുമ്പോൾ ഞാൻ താമസിക്കാൻ പോയത് ഒരു ജീസസ് യൂത്തുകൾ മാത്രം താമസിച്ച, ജീസസ് യൂത്തുകാർ മാത്രം താമസിച്ച ഒരു ഹൗസിലാണ്. അതിൻ്റെ ഹൗസിൻ്റെ പേര് സിയോൻ എന്നാണ്. ആ സിയോനിൽ താമസിച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് അവിടെ ഞങ്ങൾ രാത്രിയിൽ ഇവർ ബോയ്സ് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുവരെ എനിക്ക് വലിയ വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിലുള്ള വിശ്വാസമുണ്ട്. പള്ളിയിലൊക്കെ വളരെ നോമിനലായിട്ട് മാത്രം പോകുന്ന ആൾ. അത് മറ്റ് മാതാപിതാക്കളോ അങ്കിൾമാർ ആൻറ്റിമാരൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ആ ഒരു രീതിയായിരുന്നു. ഇത്ര ഒരു കമ്മിറ്റഡ് വിശ്വാസം എന്നുള്ള ഒരു വിശ്വാസി എന്നുള്ളൊരു ജീവിതമില്ലായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ഒരു നൈറ്റ് വിജിൽ നടക്കുന്ന ഒരു ദിവസം, ഒരു രാത്രിയിൽ നൈറ്റ് വിജിൽ പോലെ രാത്രിയിൽ കുറച്ച് സമയം ബോയ്സ് ഇവർ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എനിക്ക് വളരെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. വ്യക്തിപരമായിട്ടൊരു അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം കംപ്ലീറ്റായിട്ട് മാറി. ഞാൻ എൻ്റെ ജീവിതത്തെ കാണാൻ തുടങ്ങിയത് വേറെ രീതിയിൽ കാണാൻ തുടങ്ങി. എൻ്റെ ഫ്യൂച്ചറിനെ കാണാൻ തുടങ്ങിയത് വേറെ രീതിയിൽ കാണാൻ തുടങ്ങി. സഭയെ വേറെ രീതിയിൽ കാണാൻ വേണ്ടി തുടങ്ങി. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനയിലൂടെയൊക്കെ കൂടുതൽ വളരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കണമെന്നൊരു ചിന്ത വന്നു. അപ്പോഴാണ് ഫുൾ ടൈമേഴ്സ് തേർഡ് ബാച്ചൊക്കെ കഴിഞ്ഞ്, തേർഡ് ബാച്ചിൻ്റെ സമയത്താണ് ഇത് നടക്കുന്നത്. അടുത്തത് പിന്നെ വളർന്നു വരുന്ന സമയത്ത് ഞാൻ 7ാമത്തെ ബാച്ചൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലൂടെ ഉണ്ടായിരുന്നു. എന്താണ് ഒരു ആശയക്കുഴപ്പം, എന്താണ്, ഏത് രീതിയിലാണ്? അപ്പോൾ ഞാൻ പ്രാർത്ഥനയിലൂടെയും ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സിന് ചേർന്നു. അപ്പോഴും ശക്തമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കണമെന്ന് ചിന്ത തോന്നി. ഫുൾ ടൈമറായിട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒരു ലൈഫ് ടൈം ഫുൾ ടൈമറാകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലൊരു കടന്നു വന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു റൊസേലിയൻ ഫാദർ ഉണ്ടായിരുന്നു, ഫാദർ ചാക്കോ ബെർണാഡ്. ഇപ്പോൾ സ്വർഗത്തിലാണ്. അച്ഛൻ്റെ കൂടെയും അതുപോലെ തന്നെ എൻ്റെ ഒരു എൽഡറിൻ്റെ കൂടെയും മറ്റ് ജീസസ് യൂത്ത് ലീഡേഴ്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് കുറേ മാസങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് ആണ് തീരുമാനമെടുത്തത്. ഒരു വൈദികനാകാം, ഒരു സന്യാസ വൈദികനാകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് തീരുമാനിച്ചു. പിന്നെ ഡൊമിനിക്കൻ സഭയിലുള്ള ഒരച്ഛനെ പരിചയപ്പെട്ടു, ഫാദർ ജോർജ് കുമ്പുൾമൂട്ടിൽ. അച്ഛനിലൂടെയാണ് ഞാൻ ഡൊമിനിക്കൻ സഭയിലോട്ട് ചേർന്നത്. അച്ഛൻ, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അച്ഛന് ജീസസ് യൂത്തിലെ പല റെസ്പോൺസിബിലിറ്റീസ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ജീസസ് യൂത്ത് ജാഗോ 2025 പിന്നെ 2023ലാണെങ്കിലും ചാപ്ലിൻ ആണല്ലോ അച്ഛൻ. അപ്പോൾ ഇത്രയും യൂത്തായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അച്ഛൻ്റെ ചിന്തകൾ എന്താണ്? അച്ഛൻ എന്താണ് തോന്നുന്നത് ഇവരെ കുറിച്ച്? ഞാൻ ജീസസ് യൂത്ത് ആകുന്ന ആ സമയം മുതൽ ഞാൻ കേട്ടും കണ്ടും വളർന്നത് ജോൺ പോൾ II മാർപ്പാപ്പയുടെ ചിന്തകളാണ്. ഒത്തിരി യുവജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്, യുവജനങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനം ഇതായിരുന്നു, നമ്മളുടെ ചെറിയൊരു ലോകത്ത് ചുരുങ്ങാതെ നമ്മുടെ മുഴുവൻ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ലോകത്തിനും സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുമായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഫ്രാൻസിസും ഈവൻ ബെനഡിക്റ്റ് പാപ്പായൊക്കെ ആണെങ്കിലും ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അത് വളരെ സത്യമാണ്. നമ്മൾ കേൾക്കാറുണ്ട് ഈ എക്സ്ട്രാ മൈൽ നമ്മൾ വാക്ക് ചെയ്യുക എന്നുള്ളത്. ഈ എക്സ്ട്രാ മൈൽ മാത്രമല്ല, എക്സ്ട്രാ മൈൽസ് വാക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ ജാഗോയുടെ കോൺടെക്സ്റ്റിൽ തന്നെ പറയുകയാണെങ്കിൽ 24/7 മാസങ്ങളായിട്ട് ഇതിന് പുറകെയാണ്.
ഒരു വർഷം മുമ്പാണ് നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ഒരു 6-7 മാസം ഒത്തിരി വർക്ക് ഇവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 ദിവസം ഓൾമോസ്റ്റ് 24 hours എന്നുള്ള വളരെ മിനിമം സ്ലീപ്പൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. ഈ കമ്മിറ്റ്മെൻറ്റ് വരുന്നത് അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കാനോ അതുകൊണ്ടൊന്നുമല്ല. കാരണം അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് വ്യക്തിപരമായിട്ട് കർത്താവായിട്ടൊരു എൻകൗണ്ടറുണ്ട്. ആ എൻകൗണ്ടർ അവരെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്തിനാണെന്ന് അവർക്ക് വളരെ കൃത്യമാണ്. വേറെ ഒന്നിനും വേണ്ടിയല്ല, തമ്പുരാന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയുമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എല്ലാവരെയും എവ്രി ജെനുവിൻ ജീസസ് യൂത്ത് ലീഡറിൻ്റെ ഒരു കഥ ഇത് തന്നെയാണ്. അച്ഛാ, ജീസസ് യൂത്ത് എന്ന മൂവ്മെൻറ്റ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അതിന് ഓരോരോ ഇവൻറ്റ്സ് കാണുമ്പോൾ ലൈക്ക് ഡാൻസായി, പാട്ടായി, അടിച്ചുപൊളിയായി. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട് നമ്മളിതിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ട് വെച്ചാൽ ലൈക്ക് ഇതെങ്ങനെ നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നത്? ഓക്കെ. ഇത് സാധാരണ ആൾക്കാർ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതേ ചോദ്യമാണ്. ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി. പക്ഷേ അത് ഇന്നാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ജീസസ് യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുക, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കാർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഒത്തിരി മാറി. കാരണം കുറേ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി, കുറേ ക്രിയേറ്റിവിറ്റി വരാൻ തുടങ്ങി, പുതിയ രീതിയിൽ പ്രോഗ്രാംസ് നടത്താൻ. ഇപ്പം നമ്മുടെ ജാഗോ തന്നെ ഒരു വലിയൊരു ഉദാഹരണമാണ്. ഒരു സാധാരണ ഒരു ഹോളിൽ മാത്രമല്ല, അല്ലെങ്കിൽ പ്രീച്ചർ അല്ലെങ്കിൽ പ്രാർത്ഥന നടന്നു, അല്ലെങ്കിൽ ഒരു കുർബാന നടന്നു, ഒരു ആരാധന നടന്നു, അതിലല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഹോളിനേക്കാൾ ഉപരിയായിട്ട് പുറത്ത് കുറേ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം മൊത്തം ഒരു സെലിബ്രേറ്റീവ് മോഡാണ് നമുക്കറിയാം. ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്, എല്ലാ അടിച്ചുപൊളിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ, ഇതിൻ്റെയൊക്കെ ശേഷം നമ്മൾ ഓരോ യുവജനത്തോടും നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ, ഓരോ യൂത്തിനോടും നമ്മൾ പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് മാത്രമല്ല, കുറേ അച്ഛന്മാരും ഇവിടുത്തെ കോൺടാക്ട് കുറേ അച്ഛന്മാരും സീനിയർ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവരുടെ ഷെയറിങ് വെച്ച് നോക്കുമ്പോൾ അവരിലെല്ലാം കർത്താവ് എവിടെയോ ചെറുതായിട്ട് തൊട്ടിട്ടുണ്ട്. ആ തൊടൽ അത് ഇന്നൊരു ചെറിയ തൊടലാണ്. പക്ഷെ ആ തൊട്ടത് എനിക്ക് ഉറപ്പാണ് ആ വ്യക്തിയെ മാറ്റും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അത് ഇന്നായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇന്ന് തന്നെ എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യരായിട്ട് ഞാൻ എൻ്റെ എല്ലാം വിട്ടിട്ട് ഞാൻ ഫുൾ ടൈം വരാൻ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ആ ഒരു ഗ്രേസ് പതുക്കെ ഈ പൂ വിരിയുന്നത് പോലെ അത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നു നല്ല ഉറപ്പുണ്ട്. അപ്പം അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ സാധാരണക്കാരായ എൻ്റെ ഇവിടെ ഇപ്പം ജനറൽ ടീമിലുള്ളവരാണെങ്കിലും, ഏത് റീജിയൻ്റെയോ സോണിൻ്റെയോ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും, മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അവരൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ളതാണ്. അവരൊന്നും എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരൊന്നുമല്ല. പക്ഷെ അവരുടെ സമയവും അവരുടെ എനർജിയും എല്ലാം കൊടുത്ത് ഇതേപോലെ കമ്മിറ്റഡായിട്ട് മറ്റുള്ളവരെ തമ്പുരാനെ നേടാൻ വേണ്ടി ഇറങ്ങണമെങ്കിൽ എവിടെയോ ഒരു ചെറിയ ഫയർ തട്ടിയിട്ടുണ്ട്. ആ ഫയർ വരുന്നത് ഇങ്ങനെയുള്ള എൻകൗണ്ടറിങ് പ്രോഗ്രാംസിലൂടെയാണ്. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും പറഞ്ഞ ജെൻസി എന്നാണ് നമ്മൾ പറയുന്നത്. ജെൻസി എന്ന് പറയുമ്പോൾ അവരുടേതായ രീതിയിൽ വചനത്തെയും കർത്താവിനെയും സഭയെയും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പുറകെയാണ്. എനിക്ക് തോന്നുന്നു ജീസസ് യൂത്ത് ആ ഒരു രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ സഭയാണെങ്കിൽ പോലും നമ്മൾ കാണേണ്ട ഈ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ യുവജനങ്ങളെ അവർക്ക് സ്പിരിച്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവരിതേ ചെയ്യുകയുള്ളൂ, ആ രീതിയിലൊക്കെ നമ്മൾക്ക് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് അവരിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു മേഖലയിൽ നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡായി, ജീസസ് യൂത്ത് ഒത്തിരി അഡ്വാൻസ്ഡായി. കാരണം നമ്മുടെ തന്നെ പൗലോസ് പറയുന്ന പോലെ എറിഞ്ഞുടയ്ക്കപ്പെടാൻ പറ്റുന്ന മൺപാത്രത്തിലാണ് നമുക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും അതേപോലെയാണ്. പക്ഷേ തമ്പുരാൻ്റെ കൃപ കൊണ്ട് നമ്മളെല്ലാവരും നിലനിൽക്കുന്നു. എവിടെയോ കർത്താവ് നമ്മളെ തൊട്ടു, കർത്താവ് നമ്മളെ വളർത്തി. ഇപ്പോൾ ഈ നമ്മുടെ ജാഗോയുടെ ഈ കോണ്ടെക്സ്റ്റിൽ ഞാനൊരു ദിവസം നമ്മുടെ സ്റ്റേജിൽ എന്തോ ഓപ്ഷൻസ് നടക്കുകയാണ്. അതിന് പുറകിൽ ഒരു സിസ്റ്റർ
ഒരു നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളൊരു സിസ്റ്റർ മൈക്കൊക്കെ എടുത്ത് റാപ്പ് പാടുകയാണ്, റാപ്പ്. അപ്പം കുറച്ച് യങ്സ്റ്റേഴ്സിന് കൂടി റാപ്പ് പാടുകയാണ്. അപ്പം വിതിൻ നോ ടൈം ആ സിസ്റ്റർ പറയുന്ന ആ സ്റ്റെപ്പൊക്കെ അവർ അതേപോലെ ചെയ്യുന്നു. അതൊന്ന്. അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും ആർട്ട്, വരയ്ക്കൽ, ഡാൻസ് ചെയ്യൽ, പാട്ട് പാടൽ, പിന്നെ പല രീതിയിലുള്ള കൾച്ചറൽ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ ഇവരുടെ ഉള്ളിലുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. അപ്പോൾ ഈ കഴിവുകൾ ആരാണ് കൊടുത്തത്? തമ്പുരാൻ തന്നെ കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് ആ കഴിവുകളെ തമ്പുരാന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർക്കറിയത്തില്ല, അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കഴിവുകളിലൂടെ ഇവർക്ക് തമ്പുരാനെ പ്രഘോഷിക്കാൻ സാധിക്കും. ഈ അടിച്ചുപൊളി അല്ലെങ്കിൽ പാട്ടെന്ന് പറയുമ്പോൾ ആ രീതിയിൽ പോലും നമുക്ക് ഈ യുവജനങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെല്ലാം. അവരത് ചെയ്യുമ്പോൾ പോലും അവരിൽ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കില്ലെങ്കിൽ പോലും പതുക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുക. നമ്മുടെ റെക്സ് ബാൻഡിൻ്റെയും അതുപോലെ നമുക്ക് ജീസുവിൻ്റെ പല ബാൻഡുകളുണ്ട്. അവരുടെയൊക്കെ കഥ ഇത് തന്നെയല്ലേ. അവരെല്ലാവരും അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഒരു ജനിച്ചപ്പോൾ മുതൽ അവർ കഴിവുകളുണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോൾ ആ കഴിവുകളെല്ലാം ഉപയോഗിക്കുന്നത് തമ്പുരാന് വേണ്ടിയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ എല്ലാത്തിനും ഒന്നും വേസ്റ്റ് അല്ല. കർത്താവിനൊന്നും വേസ്റ്റ് അല്ല, എല്ലാം കർത്താവ് ഉപയോഗിക്കും. അച്ഛാ, അപ്പോൾ ഈ വർഷത്തെ ജാഗോയിൽ ഓൾമോസ്റ്റ് 8,000+ യങ് ഹാർട്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ജാഗോ ഈ 4 ദിവസത്തെ ഇവൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ, അവരുടെ കൂട്ടുകാരടുത്ത് ചെല്ലുമ്പോൾ, അവരുടെ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ട് എന്താണ്, ഫലം എന്താണ് അച്ഛാ? ഓക്കെ, എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എൻകൗണ്ടർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഫലങ്ങളുണ്ടാകും. ഓക്കെ, ഇവിടെ അധികം വന്നിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ക്യാമ്പസിൽ വർക്ക് ചെയ്തതാണ്. ഇവർ പോകുമ്പോൾ പതുക്കെ ഇവർ മനസ്സിലാക്കുക, ഇവർ പണ്ട് ജീവിച്ച ഒരു ജീവിതമല്ല. ഇനി ഒരു പുതിയ ചേഞ്ച് ലൈഫ് ഇവർ പതുക്കെ തുടങ്ങും. അത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പതുക്കെ ഒരു എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു തമ്പുരാൻ എന്നുള്ള ചിന്തയ്ക്ക് വരും. ഇവർ പതുക്കെ അവരുടെ കൂട്ടുകാരെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങും. അവരിലൂടെ കർത്താവ് കുറേ പേരെ ജീസുതാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, കർത്താവിനെ കണ്ടെത്താനും സഭയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളതൊക്കെ ഒരു തമ്പുരാന് വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാരെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അവർ പ്രയർ ഗ്രൂപ്പൊക്കെ തുടങ്ങും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെയാണെങ്കിലും എൻ്റെ എൻകൗണ്ടറിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് പ്രയർ ഗ്രൂപ്പ് ഒരു സ്ഥലത്ത് തുടങ്ങി. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഞങ്ങൾ പല ക്യാമ്പസുകളിൽ തുടങ്ങി, പല പാരീഷുകളിൽ തുടങ്ങി. അതേപോലെ തന്നെ ഇവിടെ ചെല്ലുന്ന ഏത് മേഖലയിലാണേലും അവിടെയെല്ലാം വ്യത്യാസങ്ങൾ വരുത്തും. പണ്ടുണ്ടായിരുന്ന ഒരു ജീവിതശൈലിയേക്കാൾ ഇവരുടെ വേറൊരു ജീവിതശൈലി അവർക്കുണ്ടാകും. ഇപ്പം കുടുംബത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകാത്ത ഇവർ പതുക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കുടുംബ പ്രാർത്ഥന. ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നിർബന്ധിച്ചായിരുന്നല്ലോ, പക്ഷേ അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ജാഗോയുടെ ഒരു ദിവസം ഒരു ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞൊരു പ്രയർ ആരാധനയ്ക്ക് ഇടയ്ക്ക് ഒരു ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ മനോജ് സണ്ണിച്ചേട്ടനാണ് അത് ചെയ്തത്. മനോജ് സണ്ണിച്ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ വൈദികരും കന്യാസ്ത്രീകളും ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എണീറ്റ് നിൽക്കാൻ. ആദ്യം അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷേ പതുക്കെ ഗ്രാജുവലി മോർ ദാൻ അന്നേരം 1700 ആൾക്കാരുണ്ടായി. ഫാമിലിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കൂട്ടിയാണ്. 17,000 ആൾക്കാരിൽ നിന്ന് 500ഓളം പേര് ഓൾട്ടറിൻ്റെ മുന്നിൽ വന്നു. അതിൽ ഞാൻ കേട്ടത്, അതിൽ കുറേ പേര് ചേർന്നു, കുറേ പേര് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചേരുന്നു ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻസ്പിറേഷനാണല്ലോ. അപ്പം അങ്ങനെ ചേർന്നു. അപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീസ്യൂത്തിലൂടെ വന്നിട്ട് ഒത്തിരി പേര്, എന്നെപ്പോലുള്ള ഒത്തിരി പേര് അച്ഛന്മാരും ഒത്തിരി പേര് കന്യാസ്ത്രീകളും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫാമിലീസ്, നമുക്ക് ലാർജ് ഫാമിലീസൊക്കെ വരുന്നത്, ആ ഒരു പ്രൊമോഷനൊക്കെ വരുന്നത് ഈ ജീസസ് എൻകൗണ്ടർ ജീസസ് പ്രോഗ്രാമിലൂടെയുള്ള ജീസസ് എൻകൗണ്ടറിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കാണുന്ന വലിയൊരു ഫ്രൂട്ടാണ്. അത് ചിലപ്പം വിസിബിൾ ആണ് നിർബന്ധമില്ല. ചിലപ്പോൾ ആൾക്കാർ അവരുടെ ഒരു ആധ്യാത്മികത മാത്രം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ എന്നെപ്പോലെയോ അല്ലെങ്കിൽ ഇവിടെ ജനറൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രേസിനെ പോലെ അവർ വിസിബിളായിട്ട് വരണം നിർബന്ധമില്ല. പക്ഷേ അവരുടേതായിട്ടുള്ള സാഹചര്യത്തിൽ ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും തമ്പുരാന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അവർ തുടങ്ങും.
അച്ഛാ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ ഞങ്ങൾ ടൈം എടുത്ത് ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് എനിക്കാണെങ്കിൽ പോലും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞൊരു ഇൻസ്പയറിംഗ് ആണ് ഇത്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നന്ദി പറഞ്ഞു അച്ഛാ. താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക് യു വെരി മച്ച്.